അതുകൊണ്ട് നാം ഇൽമുകൾ പ്രചരിപ്പിക്കണം. അത് മരണശേഷവും നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോകാത്ത ഒരു ജാരിയായ സ്വതക്കയാണ് അറിവ്, ഇൽമ എന്ന് അള്ളാന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോ അതില്ലയോ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? قال الإمام ابن الجوزي رحمه الله മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാ, മൻ അഹബ്ബഹു അലാ അല്ലാ യൻഖതി അമലഹു ബഅദ മൗതിഹി. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഇവിടുന്ന് പറയുകയാ, ഏതൊരുവനാണോ മരണശേഷവും തന്റെ അമലുകൾ നിലയ്ക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവനവന്റെ ഇൽമുകളെ, അറിവിനെ പ്രചരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയുമോ? അത് വിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ഇൽമു പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അത് നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. കാരണം നാം മരണപ്പെട്ട ഖബറിലെത്തിയാലും നാം പഠിപ്പിച്ചു കൊടുത്ത ഇൽമുകൾ ആരൊക്കെ ചെയ്യുന്നവോ അതിൻ്റെ ഒരു ഓഹരി നമ്മുടെ ഖബറിലേക്കും കിട്ടുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.